ഹലോ എവ്രി വൺ, വെൽക്കം ടു എൽടെക് സൊല്യൂഷൻസ്. നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് ഉബുണ്ടു സെർവർ എങ്ങനെ ഒരു സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്യാം എന്നുള്ളതാണ്. ഈ ഉബുണ്ടു സെർവർ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുൻപ് പല കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു സിസ്റ്റത്തിൽ ഉബുണ്ടു സെർവർ ഇൻസ്റ്റാൾ ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സിസ്റ്റം ഈ ഒരു ഉബുണ്ടു സെർവറിന് സ്യൂട്ടബിൾ ആണോ അല്ലയോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യണം. ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു സിസ്റ്റത്തിന് ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ പരമായുള്ള പല ഇഷ്യൂസുകളും നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരും. മേ ബി ആ ഒരു സിസ്റ്റം തന്നെ കേടുവരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അതുപോലെ നമുക്ക് കോഹ, ബിസ്പീസ് പോലുള്ള പല കാര്യങ്ങളും ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റാത്ത പ്രശ്നങ്ങളും ഇൻസ്റ്റാളേഷനിൽ പല എറേഴ്സുകളും മറ്റും എല്ലാം വരാൻ ചാൻസസ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഒരു ഉബുണ്ടു സെർവർ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ആ ഒരു ഉബുണ്ടു സെർവർ ആ ഒരു സിസ്റ്റത്തിന് സ്യൂട്ടബിൾ ആണോ അല്ലയോ എന്നുള്ളത് നമ്മൾ ഒന്ന് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അതിൽ തന്നെ നമുക്ക് പ്രധാനമായിട്ടും ചെക്ക് ചെയ്യേണ്ടി വരുന്നത് കമ്പ്യൂട്ടറിൻ്റെ കപ്പാസിറ്റിയെ കുറിച്ചാണ്. അതായത് നമുക്ക് കോഹ പോലുള്ള സോഫ്റ്റ്വെയർ ഉപയോഗിക്കാൻ ഒരു മിനിമം 4 GB റാമും അതുപോലെ തന്നെ 100 GB അല്ലെങ്കിൽ അതിൻ്റെ മുകളിലേക്കുള്ള സ്റ്റോറേജ് കപ്പാസിറ്റി ഉള്ള ഒരു കമ്പ്യൂട്ടറാണ് വേണ്ടത്. ഇപ്പോൾ നമ്മൾ ഒരു മൊബൈൽ ഫോൺ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലും ഉണ്ടാവും ഇത്ര GB റാം, ഇത്ര GB സ്റ്റോറേജ് കപ്പാസിറ്റി എന്നുള്ള ഒരു ഫീച്ചർ. അതുപോലെ തന്നെയാണ് കമ്പ്യൂട്ടറിനും അങ്ങനെയുള്ള ഫീച്ചേഴ്സ് ഉണ്ട്. ഇത് നിങ്ങൾക്ക് പലർക്കും അറിയാമായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് കോഹ, ഡിസ്പേസ് എന്നീ സോഫ്റ്റ്വെയർ ഒരുമിച്ച് ഒരു സിസ്റ്റത്തിൽ തന്നെ ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് 8 GB റാമും അല്ലെങ്കിൽ അതിൻ്റെ മുകളിലോ അല്ലെങ്കിൽ 250 GB മുകളിലോ ആയിട്ടുള്ള സ്റ്റോറേജ് കപ്പാസിറ്റി ഉള്ള ഒരു കമ്പ്യൂട്ടർ സിസ്റ്റമാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. സ്റ്റോറേജ് കപ്പാസിറ്റി നമ്മൾ നമ്മുടെ ഫയൽസിൻ്റെ സൈസും എത്രത്തോളം ഫയലുകൾ ഉണ്ട് എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ സ്റ്റോറേജ് കപ്പാസിറ്റി കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് സെലക്ട് ചെയ്യേണ്ടത്. ഈ പറഞ്ഞത് ഒരു മിനിമം കപ്പാസിറ്റിയുടെ ഡീറ്റെയിൽസുകളാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. എന്നിരുന്നാലും ഭാവിയിലേക്ക് മുൻകണ്ടുകൊണ്ട് തന്നെ അതിനനുസരിച്ച് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം ഓരോ കമ്പ്യൂട്ടറുകളും നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. നമ്മളിവിടെ 100 GB സ്റ്റോറേജ് കപ്പാസിറ്റി, 250 GB സ്റ്റോറേജ് കപ്പാസിറ്റി എന്നൊക്കെ പറഞ്ഞു. ഈ സ്റ്റോറേജ് കപ്പാസിറ്റിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന 2 ഡിവൈസസ് ആണ്. അതായത് നമ്മുടെ ഫയൽസുകളൊക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്ന 2 ഡിവൈസസ് ആണ് ഹാർഡ് ഡിസ്ക് ഡ്രൈവ് ആൻഡ് SSD, സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവ്. ഹാർഡ് ഡിസ്ക് ഡ്രൈവ് അഥവാ HDD എന്നും പറയും. സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവ് എന്നതിനെ SSD എന്നും ചുരുക്കമായിട്ട് നമ്മൾ വിളിക്കും. ഇപ്പോൾ നമ്മൾ പുതിയ സിസ്റ്റങ്ങളിൽ, പുതിയ കമ്പ്യൂട്ടറുകളിലും ലാപ്ടോപ്പുകളിലുമായിട്ട് കണ്ടുവരുന്നതാണ് ഈ SSD എന്നുള്ള സ്റ്റോറേജ് ഡ്രൈവ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ HDDയേക്കാളും വളരെ ഫാസ്റ്റാണ് SSD. അതായത് ഈ SSD ഉപയോഗിക്കുന്ന ഒരു കമ്പ്യൂട്ടറിൽ നമുക്ക് ആ ഒരു കമ്പ്യൂട്ടർ ഓണാക്കി വരുന്നത് വരെയുള്ള ഒരു സമയമുണ്ടോ, ആ ഒരു സമയം വളരെ കുറവായിരിക്കും. എന്നാൽ HDD ഉപയോഗിക്കുന്ന ഒരു കമ്പ്യൂട്ടറിലാണെന്നുണ്ടെങ്കിൽ ആ ഒരു സമയം വളരെ കൂടുതലായിരിക്കും. അതുപോലെ തന്നെ സോഫ്റ്റ്വെയറുകൾ റൺ ചെയ്യുന്നതിലും ഫയൽസ് കോപ്പി ചെയ്യുക, പേസ്റ്റ് ചെയ്യുക, ഇങ്ങനെയുള്ള പരിപാടികൾക്കും ഗെയിം കളിക്കുന്നതിലും അങ്ങനെയുള്ള പല കാര്യങ്ങളിലും ആക്ടിവിറ്റീസുകളിലും വളരെ ഫാസ്റ്റ് ആയിട്ടായിരിക്കും SSDയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്നാൽ അത് HDDയിൽ നോക്കിക്കഴിഞ്ഞാൽ എല്ലാത്തിലും വളരെ സ്ലോ ആയിരിക്കും കാണും. ഏതൊരു ഡിവൈസസിനും ഗുണവും ദോഷവും ഉണ്ടെന്ന് പറയുന്ന പോലെ നമ്മുടെ SSDക്കും ദോഷങ്ങളുണ്ട്. അതിൽ മെയിനായിട്ടുള്ള ഒരു ഡിസഡ്വാൻറ്റേജ് ആണ് നമുക്ക് ഈ SSD കേടായി കഴിഞ്ഞാൽ അതിലെ ഫയൽസുകൾ കംപ്ലീറ്റ് നഷ്ടമാവുന്നുള്ളതാണ്. നമുക്കൊരിക്കലും റിക്കവർ ചെയ്യാൻ സാധിക്കില്ല. എന്നാൽ അത് HDDയിൽ അഥവാ ഹാർഡ് ഡിസ്ക് ഡ്രൈവിൽ വരുമ്പോൾ അതിനുള്ള സാധ്യതകളുണ്ട്. ഒരു 70 to 90% ഒക്കെ നമുക്ക് ഫയൽസുകൾ റിക്കവർ ചെയ്യാൻ സാധിക്കും. ഇക്കാരണങ്ങൾ കൊണ്ടൊക്കെ തന്നെ SSDയും HDDയും ഒരു കമ്പ്യൂട്ടറിൽ ഒരുമിച്ച് റൺ ചെയ്യുന്നതായിട്ട് നമുക്ക് പല കമ്പ്യൂട്ടറുകളിലും കാണാൻ കഴിയും. അതിൻ്റെ ഒരു മെച്ചം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം അഥവാ വിൻഡോസ്, ഉബുണ്ടു, ലിനക്സ് എന്നീ പോലുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം അതിൽ ഇൻസ്റ്റാൾ ചെയ്യുന്ന സോഫ്റ്റ്വെയറുകളും ഒക്കെ സ്മൂത്തായിട്ട് റൺ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് SSD ഉപയോഗിക്കുകയായിരിക്കും നല്ലത്. അതുപോലെ തന്നെ ഫയലുകൾ സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഹാർഡ് ഡിസ്ക് ഡ്രൈവിൽ അഥവാ HDDയിലാണ് ഏറ്റവും ബെറ്റർ. സോ നമുക്ക് SSD കേടായി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫയൽസുകൾ ഹാർഡ് ഡിസ്ക് ഡ്രൈവിലുണ്ടാവും. അഥവാ ഹാർഡ് ഡിസ്ക് ഡ്രൈവ് കേടായി കഴിഞ്ഞാൽ നമുക്ക് റിക്കവർ ചെയ്യാനും സാധിക്കും. നമ്മുടെ ഇമ്പോർട്ടൻറ്റ് ഫയൽസുകളൊന്നും നഷ്ടമാവാനുള്ള ചാൻസസ് വളരെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മളൊരു കമ്പ്യൂട്ടർ ചൂസ് ചെയ്യുമ്പോൾ അതിൽ SSDയും HDDയും ഉൾക്കൊള്ളിക്കാൻ ശ്രമിക്കുക. അതായിരിക്കും ഏറ്റവും നല്ലത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നമ്മളിപ്പോൾ ഒരു കമ്പ്യൂട്ടർ ചൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു കമ്പ്യൂട്ടറിൽ SSD മാത്രമാണുള്ളത്, മറ്റൊരു കമ്പ്യൂട്ടറിൽ HDD മാത്രമാണുള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ HDD ഉള്ള കമ്പ്യൂട്ടർ നമ്മൾ ചൂസ് ചെയ്യാതിരിക്കുകയായിരിക്കും നല്ലത്. SSD ഉള്ള കമ്പ്യൂട്ടർ ആയിരിക്കണം ചൂസ് ചെയ്യേണ്ടത്. കാരണം നമുക്ക് നമ്മുടെ ഈ ഉബുണ്ടു സെർവറും അതിൽ ഇൻസ്റ്റാൾ ചെയ്യുന്ന സോഫ്റ്റ്വെയറുകളും മറ്റും
നല്ല സ്മൂത്തായിട്ട് വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ, ഒരു സ്ലോയും മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ SSD ഉള്ള ഒരു കമ്പ്യൂട്ടറാണ് ചൂസ് ചെയ്യേണ്ടത്. എന്നാൽ നമ്മളതിൽ സ്റ്റോർ ചെയ്യുന്ന ഫയൽസുകൾ അത് മറ്റൊരു ഡിവൈസസിൽ അതിൻ്റെ ഒരു കോപ്പി എടുത്ത് വെക്കുന്നതായിരിക്കും നല്ലത്. കാരണം SSD കേടായി കഴിഞ്ഞാൽ മുമ്പ് പറഞ്ഞതുപോലെ അത് നമുക്ക് റിക്കവർ ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ എല്ലാ ഫയൽസുകളുടെയും ഒരു കോപ്പി, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ഫയൽസുകളുടെയും ഒരു കോപ്പി നമ്മൾ മറ്റൊരു ഡിവൈസസിലോ അല്ലെങ്കിൽ ഗൂഗിൾ ഡ്രൈവ് പോലെയുള്ള മറ്റ് ക്ലൗഡ് സ്റ്റോറേജുകളിലേക്കോ മാറ്റേണ്ടതായിട്ട് വരും. നമ്മളൊരു കമ്പ്യൂട്ടർ മേടിക്കുകയാണെങ്കിൽ സ്റ്റോറേജ് കപ്പാസിറ്റിയുടെ ഭാഗത്തു നിന്ന് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മൾ മേടിക്കുന്ന ഒരു കമ്പ്യൂട്ടർ അതിൽ SSD മാത്രമാണുള്ളത് എങ്കിൽ ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു ഹാർഡ് ഡിസ്ക് ഡ്രൈവ് അഥവാ HDD നമുക്ക് മേടിച്ച് കണക്ട് ചെയ്യാവുന്നതാണ്. അതിലുള്ള മെച്ചം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫയൽസുകളെല്ലാം തന്നെ ഹാർഡ് ഡിസ്കിലേക്ക് മാറ്റി ഒരേ സമയം വിൻഡോസ് പോലെയുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം സോഫ്റ്റ്വെയറുകളും അതുപോലെ തന്നെ ഈ ഫയൽസുകളും നമുക്ക് റൺ ചെയ്യിക്കാം എന്നുള്ളതാണ്. പക്ഷെ ഹാർഡ് ഡിസ്ക് ഡ്രൈവിൻ്റെ സ്പീഡ് വളരെ കുറവായതുകൊണ്ട് തന്നെ SSDയിൽ നിന്നുള്ള ഫയൽസുകൾ ഹാർഡ് ഡിസ്കിലേക്ക് മാറ്റുമ്പോൾ അത് വളരെ സ്ലോ ആയിരിക്കും, അതേപോലെ ടൈം കൺസ്യൂമിംഗ് ആയിരിക്കും. എന്നാൽ HDDയിൽ നിന്നുള്ള ഫയൽസുകൾ SSDയിലേക്ക് മാറ്റുമ്പോൾ SSDക്ക് സ്പീഡ് കൂടുതലായതുകൊണ്ട് തന്നെ ഫയൽ ട്രാൻസാക്ഷൻ്റെ സ്പീഡ് വളരെ കൂടുതലും സമയം കുറവുമായിരിക്കും. അതുപോലെ മറ്റൊരു കാര്യമാണ് ഏത് ടൈപ്പ് കമ്പ്യൂട്ടറാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത് എന്നുള്ളത്. കോഹ ഡിസ്പീസ് മുതലായ സോഫ്റ്റ്വെയറുകളൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി നമ്മൾ 2 ടൈപ്പ് കമ്പ്യൂട്ടറുകളാണ് പൊതുവെ ഉപയോഗിച്ച് വരാറുള്ളത്. ഒന്ന് സെർവർ കമ്പ്യൂട്ടറും മറ്റൊന്ന് നമ്മുടെ ഓഫീസുകളിലോ വീടുകളിലോ നമ്മുടെ അടുത്തൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന പേഴ്സണൽ കമ്പ്യൂട്ടറാണ് ഉള്ളത്. കോഹ ഡിസ്പീസ് മുതലായ സോഫ്റ്റ്വെയറുകൾ നമ്മുടെ ലൈബ്രറിയിൽ 24 മണിക്കൂറും റൺ ചെയ്യണം എന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഈ ഒരു സോഫ്റ്റ്വെയറുകൾ ലോകത്തെമ്പാടുമുള്ള ആളുകൾക്ക് ആക്സസ് ചെയ്യണം എന്നുണ്ടെങ്കിലോ നമ്മളൊരു സെർവർ കമ്പ്യൂട്ടർ മേടിക്കുന്നതായിരിക്കും നമുക്ക് നല്ലത്. എന്നാൽ കോളേജ്, സ്കൂൾ വർക്കിംഗ് അവേഴ്സുകളിൽ മാത്രം ലൈബ്രറി വർക്ക് ചെയ്യിക്കുകയാണെന്നുണ്ടെങ്കിൽ, അതല്ല ആ ഒരു സമയത്ത് മാത്രമാണ് നമ്മൾ ഈ സോഫ്റ്റ്വെയറുകൾ ഉപയോഗിക്കുന്നത് എങ്കിൽ പേഴ്സണൽ കമ്പ്യൂട്ടർ, അതായത് സാധാരണ ഒരു കമ്പ്യൂട്ടർ തന്നെ മേടിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഈ കമ്പ്യൂട്ടറുകളിൽ ഏത് കമ്പ്യൂട്ടർ മേടിക്കുകയാണെങ്കിൽ മുകളിൽ പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട്. സെർവർ കമ്പ്യൂട്ടർ മേടിക്കുകയാണെങ്കിൽ അത് ഏറ്റവും ഹയർ പെർഫോമൻസ് ഉള്ള കമ്പ്യൂട്ടറുകളായിരിക്കാം. അതിൽ നമുക്ക് പ്രത്യേകിച്ചൊന്നും നോക്കേണ്ടതായിട്ട് വരുന്നില്ല. എന്നാൽ സാധാരണ ഒരു കമ്പ്യൂട്ടർ മേടിക്കുകയാണെങ്കിൽ മുകളിൽ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും.